കാലിലെ മസിൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾഡ് ആവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അതെ, സാധാരണ നമ്മളെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നത് പാൻക്രിയാസിലെ ഇൻസുലിൻ ആണ്. എന്നാൽ നമ്മളെ ജീവിതശൈലി അല്ലെ ഫുഡ് ഹാബിറ്റ്സ് കാരണം ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ നമ്മളെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനും കൂടേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വയറിന് ചുറ്റും കൊഴുപ്പ് അടിയുകയും കൂടുതൽ വയറുണ്ടാവാനും ഒക്കെ ചാൻസ് ഉണ്ട്. എന്നാൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കാലിലെ മസിൽസിനൊക്കെ കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഇൻസുലിന് പകരമായിട്ട് മസിൽസാണ് ഈ ഷുഗർ വലിച്ചെടുക്കുന്നത്. അപ്പോൾ പാൻക്രിയാസിന് ഒരു റെസ്റ്റും കിട്ടും, ഇൻസുലിന് ഒരു റെസ്റ്റും കിട്ടും. അതേപോലെ തന്നെ നിങ്ങളെ മസിൽസ് സ്പോഞ്ച് പോലെ എക്സ്പാൻഡ് ആവുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ ഷുഗർ ബ്ലഡിൽ വരുമ്പോൾ നമുക്ക് ആ മസിലിലേക്ക് ഷുഗറിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി മസിൽസ് കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മസിൽസിലാണെങ്കിൽ ഈ ഷുഗർ കൺട്രോളായിട്ട് വെക്കുന്ന അല്ലെങ്കിൽ സ്റ്റോറായിട്ട് വെക്കുന്നത് ഗ്ലൈക്കോജൻ എന്ന ഒരു ഫോമിലാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മളെ ബ്ലഡിൽ ഷുഗർ കാണാനും സാധ്യമല്ല. അപ്പോൾ നമ്മൾ ബ്ലഡ് ഷുഗർ കൺട്രോൾഡ് ആയി വെക്കും. മാത്രമല്ല നമ്മുടെ ഈ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഗ്രോത്ത് ഹോർമോണും അതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞുള്ള ഹോർമോണും കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ കൂടുമ്പോൾ ഇത് നമുക്ക് ഈ രണ്ട് ഹോർമോണും നമ്മളെ ഒരു എനർജി ലെവൽ കൂട്ടാനും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ കണ്ടീഷൻ കുറയ്ക്കാനായിട്ടും അതുപോലെ കൂടുതൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നമ്മൾ കാൽ മസിൽസിന് കൂടുതൽ എക്സസൈസ് കൊടുക്കുന്ന എക്സസൈസ് വേണം സെലക്ട് ചെയ്യാൻ. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത് സ്ക്വേറ്റ്സ്, ലെഗ് പ്രസ് അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ്, ലഞ്ചസ് എന്നിങ്ങനെയുള്ള എക്സസൈസ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി.